ഞാൻ 65 വയസ്സ് പ്രായമുള്ള ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. കൂടാതെ ഞാൻ ഈ ബൈപ്പാസ് ശസ്ത്രക്രിയ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അസുഖങ്ങളുടെ പേരിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ എൻ്റെ ചികിത്സയിലുമാണ്. അങ്ങനെ ഇരിക്കെ 2015 ഞാൻ നെയ്യാർ ഡാം പോലീസ് സ്റ്റേഷനിലെ SHO ആയി പെൻഷൻ പറ്റിയ ആളാണ്. ആ സമയം അന്ന് ഞാൻ അവിടെ ജോലി ചെയ്യുമ്പോൾ ഉച്ചസമയം ഞാൻ താമസിച്ചിരുന്നത് ക്വാർട്ടേഴ്സ്, നെയ്യാർ ഡാം ക്വാർട്ടേഴ്സിനകത്തുള്ള AUയുടെ ക്വാർട്ടറിലാണ് താമസിച്ചിരുന്നത്. ഞാൻ ഫാമിലിയുടെ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. ആ സമയം ഞാൻ ഉച്ചയ്ക്ക് ക്വാർട്ടേഴ്സിൽ പോകാൻ വേണ്ടി നിന്ന സമയം ആ മോളിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, അവിടെ കുറേ പ്രതിമകൾ ഇരിപ്പുണ്ട്. ആ പ്രതിമയുടെ ഭാഗത്ത് 2-3 പേര് ബിയർ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ വണ്ടി നിർത്തി അവരെ വിളിച്ചിട്ട് കാര്യം ചോദിച്ചു. അപ്പോൾ അവർ അത് അഡ്മിറ്റ് ചെയ്തു. അത് സാർ ഇങ്ങനെ അവസ്ഥപ്പറ്റി പോയി ബിയർ കഴിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബിയർ കഴിക്കുന്ന സ്ഥലം ഇതെല്ലാവരോടൊന്ന് ചോദിച്ചു പുരട്ടി. എന്നിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വയർലെസ് മെസ്സേജ് മുഖാന്തരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആളുകളെ വിളിച്ച് വരുത്താൻ വേണ്ടി സമയത്ത് ഒരു പേര് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് സാർ ഞാൻ ഒരു പോലീസുകാരനാണ്, രക്ഷിക്കണം സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പോലീസുകാരന് ഒരു പേര് കഴിച്ചാൽ അതൊരു കുറ്റമായിട്ട് ഞാൻ അന്ന് കണ്ടില്ല. മറ്റു നടപടിയൊന്നും എടുക്കാതെ ഞാനവനെ എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടോന്ന് പറഞ്ഞയച്ചു. ആ പയ്യൻ ആണ് അത് പിന്നെ പറയാം. പിന്നെ അവൻ SI ആയിരുന്നു, അവൻ SI ട്രെയിനി ആയിരുന്നു അന്ന്. അതിനുശേഷം ഞാൻ നേരിട്ട് 2015 റിട്ടയർഡ് ചെയ്തു. വഴങ്ങി ഞാൻ 2017 ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞ് വരവേ എൻ്റെ കോവളത്ത് ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ കളറുമില്ലാത്ത ഒരു സംഘടനയാണ് പ്ലാവള പ്രദേശ് സാംസ്കാരിക സമിതി. അത് ഇവിടെ കൂടിയ എൻ്റെ സുഹൃത്തുക്കളെ കോവളത്തോട്ട് പോകുമ്പോൾ അറിയാം, റോഡിൻ്റെ 2 ഭാഗത്തും പ്ലാവള പ്രദേശ് സാംസ്കാരിക സമിതിയുടെ വെയിറ്റിംഗ് ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങളുടെ പ്രവർത്തനപരമായിട്ട് സ്ഥാപിച്ചതാണ്. അങ്ങനെ ആയിരിക്കുക 2019, അതായത് ഇന്നേക്കും 5 വർഷങ്ങൾക്ക് മുമ്പേ ഇതേപോലെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അവിടെ റോഡ് സൈഡിൽ ഞങ്ങളുടെ സാംസ്കാരിക സമിതിയുടെ കൊടി നിർത്തിയിരുന്നു. അതെടുത്ത് മാറ്റെന്നും പറഞ്ഞുകൊണ്ട് ഡിബേസ്മെൻറ്റ് സ്ക്വാഡിലെ ഒരു ദിവസം വന്ന് എൻ്റെ പയ്യന്മാരോട് പറഞ്ഞു. പയ്യന്മാർ ഉടനെ എന്നെ അറിയിച്ച് ഞാൻ അവിടെ ചെന്നു. എന്താ സാർ വിഷയമെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ് ഈ കൊടിയെടുത്ത് മാറ്റണം എന്നായി. കൊടി മാറ്റുന്ന സാർ അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി നിർത്തിയിരുന്ന കൊടിയാണ്, ഗവൺമെൻറ് പ്രോപ്പർട്ടി അല്ല, അതുകൊണ്ട് സാർ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അയാൾ നിർബന്ധം പറഞ്ഞ് അതെടുത്ത് മാറ്റിയേ പറ്റൂ എന്നായി. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ എൻ്റെ സഹപ്രവർത്തകരുടെ ആലോചിച്ചിട്ട് നമ്മൾ ചെയ്യാം എന്ന് പറഞ്ഞ ആൾ കേൾക്കാതെ കോളം SI വിളിച്ചു വരുത്തി, കോളം SI പാർട്ടിയെ വിളിച്ചു വരുത്തി അവിടെ. ആ SI ആണ് ഞാൻ നേരത്തെ പറഞ്ഞ നെയ്യാർ ഡാമിൽ വെച്ച് ഞാൻ മദ്യപിച്ചതിന് ഞാൻ വിളിച്ച് വരട്ടി വിട്ട പയ്യനായിരുന്നു. പക്ഷേ എനിക്കറിയില്ല അവനാണ് ഈ പയ്യനെന്ന് എനിക്കറിയില്ല. ഞാൻ 36 വർഷം സർവീസ് ചെയ്ത ആളാണ്. അപ്പോൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. എനിക്കതുകൊണ്ട് ഈ പയ്യനെ പെട്ടെന്ന് എനിക്ക് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇവനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി, പക്ഷെ അവനെന്നെ അറിയാമായിരുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഉടനെ വന്നിട്ട് ഓടി വന്ന് എൻ്റെ ഉടുപ്പിലിങ്ങനെ പിടിച്ചിട്ട് എടാ മറ്റവൻ്റെ മോനെ നിനക്കെന്താ മുടയുടെ അസുഖമുണ്ടോ എന്ന് പറഞ്ഞാൽ ആ പയ്യൻ്റെ അച്ഛനോളം പ്രായമുള്ളതാണ് ഞാൻ. എടോ എന്ന് വിളിച്ചതാണ് അവിടെ സംഭവം ഉണ്ടായത്. എന്താടാ നിനക്ക് മുടയുടെ അസുഖം ഉണ്ടോടോ എന്ന് ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് എന്നിലെ പുരുഷത്വം അല്ലെങ്കിൽ ആണത്വം ഉണർന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറിൻ്റെ അച്ഛനോളം പ്രായമുള്ള ആളല്ലേ ഞാൻ, എന്തിനാ സാറ് എൻ്റെ മുഖത്ത് ഇങ്ങനെ ഇടപെടാന്ന് വിളിച്ച് ഇനിയും വിളിക്കണമെന്ന് പറഞ്ഞ് കൂടി പിടിച്ചു. ഞാൻ അയാളെ കയ്യിൽ തട്ടി. അതാണ് സംഭവം. അപ്പോഴയാൾ നിങ്ങൾ 2 പേരെയും എന്നെ അവരുടെ ജീപ്പെടുത്ത പോലീസ് എല്ലാം പിടിച്ച് ജീപ്പിൽ കയറ്റി കോളം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി 2 കേസ് രജിസ്റ്റർ ചെയ്തു. ഈ 2 കേസ് എന്ന് പറയുന്നത്, ഒന്ന് ഈ ഡിഫേസ്മെൻറ്റ് സ്ക്വാഡിൻ്റെ ഡ്യൂട്ടിക്ക് തടസ്സപ്പെടുത്തി 351 IPC പ്രകാരം ഒരു കേസും, ഈ SI ഞാൻ തട്ടി അല്ലെങ്കിൽ അയാളെ കൈത്തട്ടി എന്ന് പറഞ്ഞിട്ട് 332 കൂടി ചേർത്ത് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്ത് എന്നെ നേരെ റിമാൻഡ് ചെയ്തു. ഞാൻ 19 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡി റിമാൻഡായിരുന്നു. 19 ദിവസം. അന്നത്തെ ഈ ഇലക്ഷൻ ടൈമിൽ എന്തെങ്കിലും ഒരു ക്രൈം കേസിൽ ഉൾപ്പെട്ടാൽ ആ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമേ ജാമ്യം കിട്ടുള്ളൂ എന്നുള്ള അവസ്ഥയിൽ 19 ദിവസം എനിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ നടപടിയായിട്ട് മുന്നോട്ട് പോയിട്ടിരിക്കുകയാണ്. അന്വേഷണം ഏതൊരു വിഷയമില്ല. ആ 2 കേസും ഇപ്പോൾ നെയ്യാറ്റിൻകര കോടതിയിൽ നടന്നു വരികയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഈ 8-ാം തീയതി അല്ല 7-ാം തീയതി എനിക്ക് നോട്ടീസ് വരുന്നു. തിരുവനന്തപുരം SDMC കോടതിയിൽ ചെല്ലണം. എനിക്ക് എൻ്റെ പേരിൽ 107 ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ബോണ്ട് 2 ആൾ ജാമ്യം 25,000 രൂപയുടെ 2 ആൾ ജാമ്യം ചെയ്യണമെന്ന് പറഞ്ഞ് കാണിച്ച് നോട്ടീസ് വന്നു. അപ്പോൾ അത് നിയമവിരുദ്ധമാണ്. കാരണം ഇതിൻ്റെ നടപടി എന്ന് പറയുന്നത്
107 എടുക്കുന്ന ഞങ്ങളൊക്കെ ഒരുപാട് എടുത്തിട്ടുണ്ട്. ഒരുപാട് കേസ് ഞാനടക്കം ഞാൻ SHO ആയിരിക്കുന്ന സമയത്ത് സ്റ്റേഷനിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി കേസ് വേണം. ഇത് 5 വർഷങ്ങൾക്ക് മുമ്പേ, ഇന്നേക്കും 5 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കേസിനാണ് ഈ 2 കേസും കാണിക്കാൻ ഇപ്പോൾ 107 എടുത്തിട്ട് നല്ല നടപ്പ് ജാമ്യത്തിന് 25,000 രൂപയുടെ 2 ആൾ ബോണ്ട് വയ്ക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് തികച്ചും തെറ്റാണ്. ഇതിൻ്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് 50,000 രൂപ വെച്ച് ഇത് തീർക്കാം, അതെനിക്കറിയാം. പക്ഷേ അതല്ല ഇവിടുത്തെ വിഷയം. ഇങ്ങനെ 107 പെടുത്തിയാൽ 107 റിപ്പോർട്ട് കൊടുത്ത് 50,000 രൂപയുടെ ബോണ്ട് വെച്ചാൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് ഓരോ SHO, ആ പോലീസ് സ്റ്റേഷൻ ചിലപ്പോൾ ഓരോ SHOയുടെ ബാക്ക് സൈഡിൽ ഒരു വലിയ ബോർഡ് ഇടും. റൗഡി എന്നാണ് പറഞ്ഞത്, റൗഡി. അതിൽ ഞാൻ ബോണ്ട് വെച്ചാൽ ആ സ്ഥാനത്ത് ഞാനും അവരോധിക്കപ്പെടും. അപ്പോൾ ഈ റൗഡി സ്റ്റേഷനിൽ റൗഡിയാക്കാനുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് രാത്രി പോലീസ് വന്ന് വീട്ടിൽ തട്ടും. പോലീസ് വന്ന് വീട്ടിൽ തട്ടുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല, അത് അവരുടെ ഡ്യൂട്ടിയാണ് ചെയ്യട്ടെ. പക്ഷേ എങ്കിലും സുഖമില്ലാതെ ഞാൻ ബൈപ്പാസ് ഓപ്പറേഷൻ, ഞാൻ ഇപ്പോൾ കിടപ്പ് രോഗിയാണ്. എൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ ഇമാതിരി തട്ടി ഉണർത്തുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിഷയമാണ്. ഈ SHO, ഈ കോള SHO ഈ ചെയ്തിരിക്കുന്നത് തികച്ചും അനീതിയാണ്, അന്യായമാണ്. അയാളുടെ അധികാരം ദുർവിനിയോഗം ചെയ്താണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടിയെടുക്കണമെന്നാണ് എൻ്റെ ആവശ്യം. കൂടുതൽ വിവരങ്ങൾ എൻ്റെ സഹപ്രവർത്തകൻ പറയുമായിരിക്കും. ഈ 107 കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊതുസമാധാനത്തിനും ശാന്തിക്കും എതിരായ നടപടിയായിട്ടാണ് 107 നിയമം വിവക്ഷിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രകോപനത്തിന് അടിപ്പെട്ട് ഒരു കേസിൽ പെട്ടുപോയി സുഗതൻ. അതിൻ്റെ പേരിൽ പോലീസ് സ്വമേധയാ എടുത്ത കേസാണ് സുഗതനെതിരെ ഉള്ളത്. അപ്പോൾ സ്വമേധയാ എടുക്കുന്ന കേസുകൾ ശരിക്കും 107 എടുക്കാൻ പാടില്ലാത്തതാണ്. ഒന്നത് അതും പോയിട്ട് ഈ സുപ്രീം കോടതി തന്നെ ഒരു രാംനാരായൺ സിംഗ് കേസിൽ നീണ്ട ഒരു ഇടവേളയിൽ ഒരാളിനെതിരെ ഒരു തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടന്നിട്ടില്ല എങ്കിൽ 107 എടുക്കാൻ പാടില്ല എന്ന് തന്നെ സുപ്രീം കോടതി പറഞ്ഞു. അതിൻ്റെ ജഡ്ജ്മെന്റ് എൻ്റെ ഉണ്ട് എന്നുണ്ട്. അപ്പോൾ ഇത് 5 വർഷം കഴിഞ്ഞു, ഗവൺമെന്റ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു, അതേ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്ത അതേ ഉദ്യോഗസ്ഥൻ അത് ഒരു കേസെടുക്കുന്ന ഒരു സാംസ്കാരിക സംഘടനയുടെ ഒരു പ്രവർത്തനത്തിന്റെ അതിൻ്റെമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിനിടയായി 2 കേസ് പോലീസ് എടുക്കുന്നു. 2 പോലീസ് എടുക്കുന്ന കേസാണ്, വേറെ പരാതിക്കാരില്ല. ഒന്ന് ഇലക്ഷൻ്റെ ആൾക്കാരും ഒന്ന് പോലീസ് എടുക്കുന്നതാണ്. അപ്പോൾ പോലീസ് സ്വമേധയാ എടുക്കുന്ന ഒരു കേസിൽ പൊതുജനങ്ങളുടെ ശാന്തിക്കും സമാധാനത്തിനും വിഘ്നം വരൂ എന്ന് പറയുന്നത് ഏത് രീതിയിലാണെന്ന് മനസ്സിലാവണില്ല. ഒന്നത്. രണ്ടാമത് ഇപ്പം 5 വർഷമായിട്ടും അയാളുടെ പേരിൽ ഒരു പരാതിയോ ഒരു കേസോ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ നീണ്ട ഒരു കാലയളവിൽ ഒരു പ്രശ്നത്തിനും ഇടയാവാതെ ഗുരുതരമായ രോഗകീടൊരാൾ അനുഭവിക്കുന്ന ഒരാളിനെതിരെ ഈ 107 എടുക്കുകയും പോലീസ് സ്റ്റേഷനിൽ റൗഡിയായിട്ട് പ്രഖ്യാപിക്കാൻ ചെയ്യുന്നവർ നീക്കം നടത്തുന്നത് ശരിക്കും ഒരു നിയമത്തിനോട് കാണിക്കുന്ന ഒരു ശരിയല്ലായ്മയാണ്. ഇപ്പം ഇതിനെതിരെ ഇപ്പം സുഗതനായതുകൊണ്ടോ മറ്റാൾ ആയതുകൊണ്ട്, സുഗതൻ സഹപ്രവർത്തനായതുകൊണ്ടെന്നുള്ളതല്ല, ഇത് ഒരു പൊതുരീതിയല്ല, ഇത് പൊതുസമാധാനത്തിനെതിരെയുള്ള ഒരു നീക്കവുമല്ല. ഇത് ഗൂഢമായി ഏതോ പോലീസ് ഉദ്യോഗസ്ഥന്റെ മനസ്സിൽ തോന്നിയ സുഗതനോടുള്ള വ്യക്തി വൈരാഗ്യമാണ്. അത് 107 എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 1 കൊല്ലത്തേക്കാണ് സമാധാനം വാങ്ങേണ്ടത്. അപ്പോൾ ആ 1 കൊല്ലത്തിനകത്ത് വെച്ചൊരു കുറ്റകൃത്യം വരണം എന്നുള്ളതാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതും അതാണ്. 5 വർഷമായി ഒരു പരാതിയോ ഒരു കേസോ ഇല്ലാത്ത ഒരാളിന്റെ പേരിൽ മറ്റൊരാളിന്റെ കേസില്ലാതെ പോലീസ് സ്വമേധയാ എടുത്ത 5 കൊല്ലത്തിന് മുമ്പുള്ള ഒരു കേസിന്റെ പേരിൽ 107 എടുക്കുക എന്ന് പറയുന്നത് നിയമത്തിനോടുള്ള വെല്ലുവിളിയാണ്, സുഗതനോടുള്ള ഒരു വ്യക്തിവിരോധമാണ്. അതുകൊണ്ടുള്ള പ്രതിഷേധമാണ് സുഗതൻ ഇവിടെ പ്രകടിപ്പിച്ചത്. സുഗതന്റെ പേരിൽ 2 കേസുണ്ട്. അത് 2019 ആ കേസുകൾ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം കുറ്റം ആവർത്തിക്കുന്നില്ല എങ്കിൽ പോലും അദ്ദേഹം സമൂഹത്തിന് ത്രെറ്റായി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നല്ല നടപ്പിന് ജാമ്യം ആവശ്യപ്പെടുന്നതെന്നാണ് ആ നോട്ടീസിൽ പറയുന്നത്. സമൂഹത്തിന്റെ ഭീഷണിയെ തുടർന്ന് വെച്ചാൽ ചുമ്മാ ഭീഷണിയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി, അതിന് ഒരു തെളിവുമില്ല. കിടപ്പ് രോഗിയായ സുഗതൻ സമൂഹത്തിന് ഭീഷണിയാണെങ്കിൽ എല്ലാവരും സമൂഹത്തിന് ഭീഷണിയായിട്ട് തന്നെ കണക്കാക്കണം. ചുമ്മാ ഒരു ഇലക്ഷൻ സമയത്ത് എപ്പോഴും 107 ആവശ്യപ്പെടും. അങ്ങനെ ആളെ കിട്ടാത്തതുകൊണ്ട് സുഗതനെ കൂടെ 107 പെടുത്തി.